നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും കൊലപാതകവും ആത്മഹത്യയും രണ്ട് തരത്തിലുള്ള സംശയങ്ങളോടുകൂടിയാണ് ഓരോ ദിവസവും കേസ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് വളരെ നിർണായകമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾക്കൊടുവിൽ ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷൈനിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം ആശങ്കകളോടെ ഓരോ ദിവസവും ആളുകൾ നോക്കിയിരിക്കുകയാണ്. ഷൈനിയും കുഞ്ഞുങ്ങളും ട്രെയിൻ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്തത്. ഇവിടെ അതിനുശേഷം നടന്ന അഡ്വക്കേറ്റ് ജിസ്മോളുടെയും കുഞ്ഞുങ്ങളുടെയും കൊലപാതകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയും അതിനെങ്കിലും നീതി കിട്ടുമോ എന്നുമുള്ള വളരെയധികം മനസ്സിൻ്റെ വ്യാകുലതകളോടുകൂടി കേസിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ഓരോ നിമിഷവും ഓരോ ജനങ്ങളും. ഇവിടെ ഭർത്താവും ഭർത്തൃപിതാവും അഡ്വക്കേറ്റ് ജിസ്മോളുടെ ഭർത്താവ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. ഭർത്തൃപിതാവും അറസ്റ്റിലായിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജിസ്മോളുടെയും മക്കളുടെയും മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഭർത്താവിനെയും ഭർത്തൃപിതാവിനെയും ഭർത്തൃമാതാവിനെയും പെങ്ങളെയും ഒക്കെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയിരുന്നു. കാരണം ആ വീട്ടിൽ ജിസ്മോൾ അനുഭവിച്ചിരുന്നത് വളരെയധികം സംഘർഷങ്ങൾ നിറഞ്ഞ ജീവിതമായിരുന്നുവെന്ന് ജിസ്മോളുടെ പിതാവും സഹോദരനും പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയും ജിസ്മോളുടെ പിതാവും സഹോദരനും ഈ കേസിൻ്റെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നത് കൊണ്ട് തന്നെയും ഈ കേസ് വിജയത്തിലേക്ക് എത്തുന്നതിന് ഏത് രീതിയിൽ വേണേലും മുൻപോട്ട് പോകാൻ തയ്യാറാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ നിലപാടുകളോടെ മുൻപോട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയും ഈ കേസിൻ്റെ മുൻപോട്ടുള്ള നീക്കങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഷൈനിയുടെ കേസ് മരവിച്ച അവസ്ഥ പോലെ ആയിരിക്കുമ്പോൾ ജിസ്മോളുടെ കേസിന് നീക്കം തന്നെ ഉണ്ട്. കാരണം പിതാവും സഹോദരനും തൊട്ട് പിന്നാലെ തന്നെ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയും അഡ്വക്കേറ്റ് ജിസ്മോളുടെ ഭവനത്തിൽ നടന്ന ക്രൂരമായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ട് അഡ്വക്കേറ്റ് ജിസ്മോൾ കുഞ്ഞുങ്ങളും അനുഭവിച്ചിരുന്ന നിറത്തിൻ്റെ പേരിലും സാമ്പത്തികത്തിൻ്റെ പേരിലും മറ്റ് പല വിധത്തിലും അവരെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചിരുന്ന, ശരീരത്തിൽ മുറിവേൽപ്പിച്ചിരുന്ന, മനസ്സിൽ അത്രയ്ക്കധികം ആഴത്തിൽ വേദനിപ്പിച്ചുകൊണ്ടിരുന്ന, അവഗണിച്ചുകൊണ്ടിരുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുന്നതിന് വേണ്ടിയിട്ട് ഈ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളെ അഡ്വക്കേറ്റ് ജിസ്മോളുടെ ഭർത്താവായിക്കോട്ടെ, ഭർത്താവിൻ്റെ പിതാവായിക്കോട്ടെ, മാതാവായിക്കോട്ടെ, സഹോദരങ്ങളായിക്കോട്ടെ, നാത്തൂന്മാരൊക്കെയും ശക്തമായ രീതിയിൽ വളരെ ദാരുണമായ രീതിയിൽ ജിസ്മോളെ സാമ്പത്തികമായിട്ട് അവഹേളിക്കുന്നുണ്ടായിരുന്നു. ഇത്തരത്തിൽ പലതരത്തിലുള്ള അവഹേളനങ്ങൾക്കും വിധേയയായി ജിസ്മോൾ ആ ഭവനത്തിൽ വേദനയോടുകൂടി ഉപദ്രവിച്ചിരുന്നത് അതൊക്കെ സഹിച്ചുകൊണ്ട് ആ ഭവനത്തിൽ കഴിഞ്ഞിരുന്നു. ഇനി അതിനൊക്കെ മാറ്റം വരികയാണ്. ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പിതാവും ഭർത്താവുമാണ്. അതുകൊണ്ട് തന്നെയും ബാക്കി അറസ്റ്റ് ചെയ്യാനുള്ള മാതാവിനെയും അമ്മായിയമ്മയും നാത്തൂന്മാരെയും ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. കാരണം ഇവരുടെയൊക്കെ പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് ജിസ്മോൾ മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇവരെല്ലാം കൂടി കൊല നടത്തിയതല്ലേ എന്ന് തന്നെയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും ശാസ്ത്രീയമായ ഒടുവിലാണ് ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തത്. ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസകരമായിട്ടുള്ളൊരു വാർത്തയായിട്ടാണ് തോന്നുന്നത്. ജനങ്ങൾ ഒന്നടങ്കം അഡ്വക്കേറ്റ് ജിസ്മോളുടെയും മക്കളുടെയും നീതിക്ക് വേണ്ടിയിട്ട് ജനങ്ങൾ ഇറങ്ങിത്തിരിച്ചിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ്. അതുകൊണ്ട് തന്നെയും നീതി കിട്ടും. ഇവരുടെയൊക്കെ മരണം നടന്നതിന് ശേഷം അത്രയധികം വേദനയോടുകൂടിയാണ് ആളുകളൊക്കെയും നോക്കിക്കാണുന്നത്. ഓരോ നിമിഷവും ഓരോ വാർത്തകൾ മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ചുകൊണ്ടാണ് മുൻപോട്ട് നീങ്ങുന്നത്. കാരണം ജീവിക്കാനൊക്കെ അവകാശമുണ്ടായിരുന്നിട്ടും ഇവരൊക്കെ ഈ ഭൂമിയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത് ജീവിച്ചിരിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിന് വളരെയധികം ആശങ്കകളും ആകുലതകളും ഉണ്ടാക്കുന്നതായിരുന്നു. എന്നിരുന്നാലും മരണത്തിന് ശേഷമെങ്കിലും ഇവർക്ക് കിട്ടേണ്ട നീതി കിട്ടട്ടെ. ഇവരെ ഈ ലോകത്തിൽ വേട്ടയാടിക്കൊണ്ടിരുന്നവരെയൊക്കെ വേട്ടയാടി പിടിച്ച് പോലീസ് ലോക്കപ്പിലിടാൻ തന്നെ തയ്യാറാവട്ടെ, കോടതിക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്.